വിദേശത്ത് പോയി പഠിക്കുക, പ്രത്യേകിച്ച് അമേരിക്കയിലെ ടോപ്പ് യൂണിവേഴ്സിറ്റികളിൽ ഉന്നത വിദ്യാഭ്യാസം നേടുക എന്നത് ഇന്നത്തെ ഭൂരിഭാഗം ഇന്ത്യൻ വിദ്യാർത്ഥികളുടെയും വലിയൊരു സ്വപ്നമാണ്. മാസങ്ങളുടെ കഠിനാധ്വാനം, വലിയ തുക അപേക്ഷാ ഫീസ്, പ്രവേശന പരീക്ഷകൾ, അങ്ങനെ ഒരുപാട് കടമ്പകൾ കടന്നാണ് പലർക്കും വിദേശ സർവകലാശാലകളിൽ അഡ്മിഷൻ ലഭിക്കുന്നത്. എന്നാൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ ഒന്നായ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ ഒരു മാസ്റ്റേഴ്സ് പ്രോഗ്രാമിന് അഡ്മിഷൻ ലഭിച്ചിട്ടും ഒപ്പം വൻതുക സ്കോളർഷിപ്പ് ഉണ്ടായിട്ടും ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിക്ക് US സ്റ്റുഡന്റ് വിസ നിഷേധിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ സംഭവം സത്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലും റെഡിറ്റിലും വലിയ ചർച്ചയായ ഒരു സംഭവമാണിത്. ഡൽഹിയിലെ US എംബസിയിൽ വെച്ച് നടന്ന വിസ ഇന്റർവ്യൂവിൽ ആ വിദ്യാർത്ഥി നൽകിയ മറുപടികളാണ് വിസ നിരസിക്കാൻ കാരണമായതെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇന്റർവ്യൂവിൽ അനാവശ്യമായ പൊങ്ങച്ചം പറയരുത് എന്ന ശക്തമായ മുന്നറിയിപ്പോടെയാണ് ഈ സംഭവം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത് ഈ വിദ്യാർത്ഥിക്ക് എന്തുകൊണ്ടാണ് വിസ നിഷേധിക്കപ്പെട്ടതെന്നും US വിസ ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ വരുത്തുന്ന വലിയ തെറ്റുകൾ എന്തൊക്കെയാണെന്നും വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുമാണ്. നമുക്ക് ആദ്യം എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി ഒന്ന് നോക്കാം. ഈ ഇന്ത്യൻ വിദ്യാർത്ഥി ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സിവിൽ ആൻഡ് അർബൻ എഞ്ചിനീയറിംഗിന് കീഴിൽ MS in കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് എന്ന കോഴ്സിനാണ് അഡ്മിഷൻ നേടിയത്. ജൂലൈ 14-ന് ഡൽഹിയിലെ US എംബസിയിലായിരുന്നു ഇന്റർവ്യൂ നടന്നത്. വിദ്യാർത്ഥി തന്നെ റെഡിറ്റിൽ പങ്കുവച്ച ഇന്റർവ്യൂ അനുഭവം ഇങ്ങനെയാണ്. ഇന്റർവ്യൂ ആരംഭിച്ചയുടൻ കോൺസുലർ ഓഫീസർ പാസ്പോർട്ടും I-20 ഡോക്യുമെന്റും ആവശ്യപ്പെട്ടു. അതിനുശേഷം ചോദിച്ച ആദ്യ ചോദ്യം NYU കൂടാതെ മറ്റേതൊക്കെ യൂണിവേഴ്സിറ്റികളിലാണ് നിങ്ങൾ അപേക്ഷിച്ചത് എന്നതായിരുന്നു. ഈ ചോദ്യത്തിന് വിദ്യാർത്ഥി നൽകിയ മറുപടി, ഞാൻ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി, കൊളംബിയ യൂണിവേഴ്സിറ്റി, NYU യൂണിവേഴ്സിറ്റി ഓഫ് വാഷിംഗ്ടൺ, സിറാക്കൂസ് യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിലാണ് അപേക്ഷിച്ചിരുന്നത്. ഇതിൽ NYUവിന് പുറമെ വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും സിറാക്കൂസിൽ നിന്നും എനിക്ക് അഡ്മിഷൻ ഓഫർ ലെറ്റർ ലഭിച്ചിട്ടുണ്ട് എന്നും വിദ്യാർത്ഥി കൂട്ടിച്ചേർത്തു. ഇത് കേട്ട ഓഫീസർ അടുത്ത ചോദ്യം ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ പഠിക്കാനായി NYU തെരഞ്ഞെടുത്തത്? ഇവിടെയാണ് കഥ മാറുന്നത് എന്നാണ് വിദ്യാർത്ഥി പറയുന്നത്. NYUവിന് വലിയ ആഗോള പ്രശസ്തി ഉണ്ട് എന്ന് വിദ്യാർത്ഥി മറുപടി പറഞ്ഞു. ഒപ്പം അവിടുത്തെ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്റെ അക്കാദമിക് താല്പര്യങ്ങൾക്ക് അനുയോജ്യമാണെന്നും അവൻ പറഞ്ഞു. ഇതിനൊപ്പം വിദ്യാർത്ഥി ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു. തനിക്ക് NYUവിൽ നിന്ന് വർഷത്തിൽ $8,000 മെറിറ്റ് സ്കോളർഷിപ്പും ലഭിച്ചിട്ടുണ്ട്. എന്നാൽ സ്കോളർഷിപ്പിനെ കുറിച്ച് പറഞ്ഞു തീരുന്നതിന് മുൻപ് തന്നെ ഓഫീസർ വിദ്യാർത്ഥിയെ തടഞ്ഞു. തുടർന്ന് യാതൊരു മടിയും കൂടാതെ വിദ്യാർത്ഥിയോട് പറഞ്ഞത്, യുവർ വിസ ഈസ് ഡിനൈഡ്, ട്രൈ അഗെയിൻ ലേറ്റർ എന്നായിരുന്നു. അതായത് നിങ്ങളുടെ വിസ നിഷേധിച്ചിരിക്കുന്നു, പിന്നീട് വീണ്ടും ശ്രമിക്കുക. വിദ്യാർത്ഥിയുടെ ഫിനാൻഷ്യൽ ഡോക്യുമെന്റുകൾ പരിശോധിക്കാനോ ഭാവി പദ്ധതികളെ കുറിച്ച് ചോദിക്കാനോ ഓഫീസർ തയ്യാറായില്ല എന്നും പോസ്റ്റിൽ പറയുന്നു. ഈ അനുഭവം പുറത്തു വന്നതോടെ വലിയ ചർച്ചകളാണ് റെഡിറ്റിൽ ഉയർന്നു വന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും മികച്ച പ്രൊഫൈൽ ഉണ്ടായിട്ടും വിസ റിജക്റ്റ് ആയത്? വിസ ഓഫീസർമാർക്കും ഇമിഗ്രേഷൻ വിദഗ്ധർക്കും പറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. വിസ ഓഫീസർ പറഞ്ഞ ഒന്നാമത്തെ കാരണം സാർവത്രികവും വ്യക്തതയില്ലാത്തതുമായ മറുപടികൾ എന്നാണ്. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. വിസ ഓഫീസർമാർ ദിവസവും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ ഇന്റർവ്യൂ ചെയ്യുന്നവരാണ്. എല്ലാവരും പറയുന്നത് ഒരേ മറുപടി തന്നെയാണ്, യൂണിവേഴ്സിറ്റിക്ക് ഗ്ലോബൽ റാങ്കിംഗ് ഉണ്ട്, നല്ല റെപ്യൂട്ടേഷൻ ഉണ്ട് എന്നതൊക്കെ. സർവകലാശാലയുടെ റാങ്കിംഗ് വിസ ഓഫീസർമാർക്ക് കൃത്യമായി അറിയാം. നമ്മൾ അത് എടുത്തു പറയേണ്ട കാര്യമില്ല. പകരം ആ യൂണിവേഴ്സിറ്റിയിലെ ഏത് സബ്ജക്റ്റാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്, ഏത് പ്രൊഫസറുടെ റിസർച്ച് ആണ് നിങ്ങളെ ആകർഷിച്ചത് എന്ന് വ്യക്തമായി പറയണം. അടുത്ത രണ്ടാമത്തെ കാരണം ഇന്ത്യയിലേക്കുള്ള മടങ്ങിവരവ് വ്യക്തമാക്കാതിരുന്നതാണ്. US വിസ നിയമത്തിലെ സെക്ഷൻ 214B പ്രകാരം അപേക്ഷിക്കുന്ന വ്യക്തി പഠനത്തിന് ശേഷം US തന്നെ സ്ഥിരതാമസമാക്കാൻ സാധ്യതയുണ്ടെന്ന് ഓഫീസർക്ക് തോന്നിയാൽ വിസ നിഷേധിക്കാം. ഈ വിദ്യാർത്ഥി തന്റെ കരിയർ പാതയെക്കുറിച്ച് പറഞ്ഞെങ്കിലും ഈ ഡിഗ്രി കൊണ്ട് ഇന്ത്യയിൽ തനിക്ക് എന്ത് കരിയർ വളർച്ചയാണ് ഉണ്ടാകുക എന്ന് വ്യക്തമാക്കാൻ സാധിച്ചില്ല എന്നും പലരും പറയുന്നുണ്ട്. ഇനി മൂന്നാമത്തെ കാരണം ചോദിക്കാത്ത കാര്യങ്ങൾ വിളിച്ചു പറയുക എന്നതാണ്. പലരും വിചാരിക്കുന്നത് സ്കോളർഷിപ്പ് ഉണ്ടെന്ന് പറയുന്നത് വലിയൊരു പ്ലസ് പോയിന്റ് ആണെന്നാണ്. എന്നാൽ വിസ ഓഫീസർ ചോദിക്കാതെ സാമ്പത്തിക വിവരങ്ങളോ സ്കോളർഷിപ്പോ എടുത്തു പറയുന്നത് പൊങ്ങച്ചം പറയുന്നതായി വ്യാഖ്യാനിക്കപ്പെടാം.
ചോദിക്കുന്ന ചോദ്യത്തിന് മാത്രം കൃത്യമായി മറുപടി നൽകുക എന്നതാണ് വിസ ഇന്റർവ്യൂവിന്റെ പ്രധാന നിയമം. ഈ സംഭവത്തിൽ നിന്ന് US വിസയ്ക്ക് ശ്രമിക്കുന്നവർക്ക് പഠിക്കാൻ വലിയ പാഠങ്ങളുണ്ട്. ഒന്നാമത്തേത്, ചോദിക്കുന്നതിന് മാത്രം മറുപടി നൽകുക എന്നതാണ്. ഓഫീസർ ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് മാത്രം കൃത്യമായ ഉത്തരം നൽകുക. അനാവശ്യമായ ഫിനാൻഷ്യൽ സ്റ്റേറ്റസോ സ്കോളർഷിപ്പോ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നോക്കരുത്. അടുത്തത്, വ്യക്തിപരമായ ഉത്തരങ്ങൾ തയ്യാറാക്കുക എന്നതാണ്. ഗൂഗിളിൽ നിന്നോ യൂട്യൂബിൽ നിന്നോ കാണാതെ പഠിച്ച ഉത്തരങ്ങൾ വിസ ഓഫീസർമാർക്ക് മുൻപിൽ പറയരുത്. നിങ്ങളുടെ കോഴ്സ് എങ്ങനെയാണ്, ഇത് നിങ്ങളുടെ കരിയറിനെ എങ്ങനെ സഹായിക്കുമെന്ന് വ്യക്തമായി പറയണം. അടുത്തത്, നിങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു വരുമെന്ന് അവരെ ബോധ്യപ്പെടുത്തുകയാണ്. പഠനശേഷം നിങ്ങൾ ഇന്ത്യയിലേക്ക് തന്നെ മടങ്ങി വരുമെന്ന ബോധ്യം നിങ്ങളുടെ മറുപടിയിലൂടെ വിസ ഓഫീസർക്ക് ലഭിച്ചിട്ടുണ്ടാകണം. വിസ നിഷേധിക്കപ്പെട്ടു എന്ന് കരുതി സ്വപ്നങ്ങൾ അവസാനിക്കുന്നില്ല. ഈ വിദ്യാർത്ഥിക്ക് തന്റെ തെറ്റുകൾ തിരുത്തി വീണ്ടും അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. കൃത്യമായ ഹോംവർക്കോടുകൂടി അടുത്ത തവണ പങ്കെടുത്താൽ വിസ ലഭിക്കാനും സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുന്നു. US വിസ ഇന്റർവ്യൂവിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായി രേഖപ്പെടുത്തുക.